ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് ഗൈസ്? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഇക്കയും ഞങ്ങളുടെ കുഞ്ഞും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര താമം തോന്നി. ഇപ്പോൾ വെയിലൊക്കെയാണല്ലോ, അപ്പോൾ ഭയങ്കര താമമായിരിക്കും. അപ്പോൾ ഞങ്ങൾ മോര് വെള്ളം കുടിക്കാൻ വിചാരിച്ചു. ഓരോ ഗ്ലാസ് മോര് വെള്ളം കുടിച്ചാലോ. അതാണ് മോര് വെള്ളം കുടിക്കാൻ നല്ല രസമാണല്ലേ. അങ്ങനെ നിങ്ങൾ ബേക്കലം ബീച്ചിലെത്തി ഗൈസ്. ഞങ്ങളെ പാപ്പ ഞങ്ങൾ കരിയർ ബാഗിലൊക്കെ ആക്കി നിൽക്കാണ് പിടിച്ചിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ടോ. ഇപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് ബേക്കലം ബീച്ചിലേക്ക് 30 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ബേക്കലം ബീച്ചിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കയറാൻ പോവാണ്. ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറാൻ പോവാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയ പിന്നെ എവിടെയും പോയിട്ടായിരുന്നു. ഇപ്പോൾ പ്രസവ ശേഷമാണ് കുഞ്ഞിനെ കൊണ്ടുപോവാണ് ഗൈസ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഈ ബേക്കലം ബീച്ചിൽ പോകുന്നത്. അപ്പോൾ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ കുറേ സ്റ്റോളുകളും അങ്ങനെ പലതും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതൊക്കെ പോയി കാണാം. അകത്ത് പാമ്പും പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഒരാൾക്ക് വലിയ ആൾക്ക് 100 രൂപ, പിന്നെ കുട്ടികൾക്ക് 50 രൂപയാണ് ഗൈസ്. പാർക്കിലും ബീച്ചിലെത്തിയാൽ നമുക്ക് ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അല്ലേ? അതെ, ഞങ്ങൾക്ക് സമാധാനം കിട്ടിയില്ല. അങ്ങനെ ഓരോ കോണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഫ്ലേവർ എടുത്ത് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫ്ലേവർ വീതം പറഞ്ഞു. അങ്ങനെ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വാങ്ങിയത് മാംഗോ ആണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ പറഞ്ഞു എനിക്കും മാംഗോ മതി. അങ്ങനെ നിങ്ങൾ മാംഗോ എടുക്കുകയാണ്. പിസ്ത അങ്ങനെ ഓരോരുത്തരും ഒന്നൊന്നും എടുക്കാൻ കഴിച്ചു. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. ജസ്റ്റ് മിനിറ്റ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടായി. അപ്പോൾ ഇളയൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തിലേന്നും കയറുന്നൊന്നില്ലേന്ന്. അപ്പോൾ ഇളയൊക്കെ പറഞ്ഞത് ഇവിടെ ഒരു തോണിയുണ്ട്, ഇതിൽ കയറിയാലോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി 4 കല്ല് ഓക്കിന്ന് പറഞ്ഞു. പിന്നല്ലേ മനസ്സിലായി, തോണിയിൽ കയറിയപ്പോഴാണ് മനസ്സിലായി ഇതിലൊരു ആചാരം ഉണ്ടെന്ന്. ആചാരം എന്താണെന്ന് അറിയണ്ടേ? ഇതിൽ കയറിയാൽ നമുക്ക് പേടിയാവുന്നെങ്കിലും ആവുന്നില്ലെങ്കിലും നമുക്ക് എത്ര വായിട്ട് ബൊബ്ബയാക്കാൻ പറ്റുമോ അങ്ങനെ ബൊബ്ബയാക്കണോ. അതാണ് ഇതിൻ്റെ ആചാരം. നിങ്ങൾക്ക് ഈ ആചാരമൊക്കെ അറിയാവോ എന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ബൊബ്ബയാക്കിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോത്തിൽ ഞാൻ ബൊബ്ബയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വായ മാത്രമേ കാണുള്ളൂ, അതാണ് മൈൻ പോയിന്റ്. അങ്ങനെ ഞങ്ങൾ ബൊബ്ബെല്ലാക്കി ഞങ്ങൾക്ക് ക്ഷീണം മാറ്റേണ്ടേ. അപ്പോഴത് തോന്നിയത് ഞങ്ങൾക്കൊരു ബോട്ടിങ് പോയാലോന്നും. അങ്ങനെ ബോട്ട് റൈഡിൽ ഞങ്ങൾ കയറി ഗൈസ്. അങ്ങനെ ഞങ്ങൾ കയറി ബോട്ട് റൈഡിൽ കയറി. അപ്പോഴാണ് ചോദിച്ചത് ഇടയൊക്കെ പറഞ്ഞു എല്ലാം ഓക്കെ, നീ എല്ലാം നിങ്ങൾ അഡ്വഞ്ചറിൽ കയറുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ അഡ്വഞ്ചറിൽ ഞങ്ങൾ കയറി ഗൈസ്. ഇതാണ് ഞങ്ങൾ മുകളിൽ കൊണ്ടുപോയിട്ട് താഴ്ന്ന് വിടുന്നതാണ് സംഭവം. അപ്പോൾ കയറോളം നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ കയറിയിട്ടെല്ലായിട്ടും മുകളോട്ട് ഇങ്ങനെ പൊക്കിയിട്ട് പോകില്ലേ, അപ്പോഴാണ് കേട്ടോ എവിടേക്കോ ഇല്ലാത്തൊരു പേടിയും എന്തൊക്കെയാണ്. താഴെ നോക്കുമ്പോണ്ടല്ലോ തല തിരിഞ്ഞ് വീഴുന്ന പോലെയൊക്കെ തോന്നും. എന്നാലും വേണ്ടില്ല, നമ്മൾക്ക് അഡ്വഞ്ചറാണ് മുഖ്യം, അതാണ് പ്രധാനം, അതാണ് വികിലി, അതല്ലേ ഗൈസ്. അപ്പം നിങ്ങൾക്ക് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമല്ലേ? അടലായിരിക്കും, എനിക്കറിയാം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഗൈസ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കയറിയത് മാത്രം ഓർമ്മ, വേറെ ഒന്നും ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ കയറിയിട്ടല്ലായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ എത്തി. ജിമത്തറോടെ ഉണ്ടെന്നായി. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ വിശ്വാസമായി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിലെല്ലാം കയറിയിട്ട് വല്ലാത്തൊരു വിശപ്പൊക്കെ തോന്നിയെന്ന്. ഭയങ്കര വിശപ്പാണ് കേട്ടോ. അപ്പോഴാണ് വെച്ചാൽ ഒരു സ്വീറ്റ് കോർണൊക്കെ കഴിച്ചാലോ. അങ്ങനെ ഞങ്ങൾ സ്വീറ്റ് കോൺ കഴിക്കാൻ പോയാട്ടോ. ഈ ഒരു സ്വീറ്റ് കോണിൽ വരുന്നത് 50 രൂപയാണ്. അപ്പോൾ പേടിക്കേണ്ട, നിങ്ങളൊന്ന് വിഷമിക്കണം. എൻ്റെ വായിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിക്കൊണ്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണം കേട്ടോ. എന്നാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ പിന്നെ കമൻറ്റ് ചെയ്യാൻ നിൽക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ വന്ന് അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബീച്ചിൽ കളിച്ച് കഴിച്ചു. ബീച്ചിൽ പോയിട്ട് പിന്നെ ബീച്ചിൽ കളിച്ചില്ല. എന്താ മക്കളെ, എന്താണ് രസം അല്ലേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് വിശന്ന് പിന്നെ തോന്നിയ സ്പ്രിംഗർ പൊട്ടേറ്റോ കഴിക്കണമെന്നാണ്. ഞങ്ങൾ സ്പ്രിംഗർ പൊട്ടേറ്റോ കഴിച്ചു. ഇവിടെ ഒരു സംഭവം കാണിച്ചു. ബേക്കലം ബീച്ചിൽ
പുതിയതായിട്ട് വന്നതാണ് സ്കൈ ഡിന്നർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആകാശത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫുഡ് കഴിപ്പിച്ചിട്ട് കയർക്കും, അതാണ് സ്കൈ ഡിന്നർ. ഇതാ മോള് പൊക്കിയിട്ട് കാണുന്നല്ലോ, പക്ഷെ ഇതിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ, അതാണ് മെയിൻ സംഭവം. എനിക്കിതിൽ വലുതായിട്ടൊന്നും തോന്നിയില്ല. ഇവിടുന്ന് ഇറക്കിയിട്ട് മുകളിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കുക അത്ര രസമായിട്ട് എനിക്ക് സത്യത്തിൽ തോന്നിയില്ല. അത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുള്ളായിട്ട് ചുറ്റിയിട്ട് ബാക്കെല്ലാം ബീച്ച് മുഴുവൻ അരച്ച് പറിച്ചിട്ട് നടന്നും ക്ഷീണിച്ചിട്ടും ഒരു പരുവായി ഗൈസ്. അതാണ് സംഭവം. അങ്ങനെ രാത്രിയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾക്ക് രാത്രിയായി. അങ്ങനെ രാത്രിയിലത്തെ വൈബും കണ്ട് ഞങ്ങൾ വിശന്ന് കഴിച്ചു. ഞങ്ങൾ പൈച്ചാലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. അങ്ങനെ പൈച്ചാൽ ഫുഡ് കഴിക്കാൻ പോയത്. ഞങ്ങൾക്ക് മന്തി കഴിക്കാനാണ് കേട്ടോ കൊതിയായത്. അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാൻ പോയി ഗൈസ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഞഞ്ഞ് കഴിക്കാനും മാത്രമായിരിക്കും, വേറെ ആരും ഞാൻ കാണിക്കുന്നില്ല. അതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഗൈസ്. ഇതേടെ എൻ്റെ വാവയുടെ തൊട്ടിലായിട്ട് കിട്ടിയിട്ടോ. എൻ്റെ ഉമ്മയാണ് ഇങ്ങനെ ആട്ടുന്നുള്ളത്. എൻ്റെ ഉമ്മക്കാണ് കേട്ടോ പണി കിട്ടിയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയാണ് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുള്ളത് തൊട്ടിൽ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വന്നിങ്ങനെ അടിച്ച് വിളിച്ച് കേട്ടോ. ഇവിടുത്തെ ഒരു പൈച്ചാലത്ത് പ്രധാന ഒരു സംഭവമുണ്ട്, സ്പെഷ്യലായിട്ടോ ബുർജി ഇത് ജ്യൂസ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് കേട്ടോ, അവർ തന്നെ കൂട്ടി തരും നമുക്ക് വേണ്ട ജ്യൂസ്. ഈ ഒരു കുന്തത്തിന് വരുന്നത് ഈ ഒരു ബുർജ് ജ്യൂസിന് വരുന്നത് 599 രൂപയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് വാവ്, മന്തി അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര പൈച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പൈച്ചിൽ പോയത് മന്തി കഴിക്കാൻ. അപ്പം നിങ്ങൾക്കും ഒരാശയുണ്ടെങ്കിൽ പൈച്ചിൽ വന്നോ മേൽപ്പറമ്പിൽ. അങ്ങനെ ഞങ്ങൾ പൈച്ചിൽ വരുമ്പോൾ ഉണ്ടല്ലോ നൈറ്റ് വൈബ്. ഞങ്ങൾക്ക് ഇപ്പോൾ കുറേ ആൾക്ക് നൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മേൽപ്പറമ്പ് വന്നാലുണ്ടല്ലോ കുറേ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അപ്പം ഞങ്ങൾ ഈ പൈച്ചിലെല്ലാം ഇറങ്ങിയിട്ടാകുമ്പോൾ അവിടെ പാട്ടെല്ലാം കണ്ടേട്ടോ. അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത് ഇവിടുന്ന്. അപ്പം ഞങ്ങൾ ഇതിൽ പാട്ട് ഞാൻ മാത്രം ആഡ് ചെയ്യില്ല, എന്താ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് ആഡ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ കേൾക്കാനും നിൽക്കരുത് ഗൈസ്. അങ്ങനെ നിങ്ങൾ പാട്ടൊക്കെ കേട്ടിട്ട് ഇവിടുന്ന് ഐസ്ക്രീം കഴിക്കാൻ അയറോൺ ഐസ്ക്രീം കേട്ടോ. എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റിൻ്റെ അകത്തൊരു ഐസ്ക്രീമാണ്, അതാണ് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിച്ചത്, അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇവിടെ നിൽക്കട്ടെ. ബൈ.